ഗ്രേസ് കമ്മ്യൂണിറ്റി, കൃപയുടെ സമൂഹം എന്ന ആശയം ദൈവം ഞങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ദൈവീയ ഒരു വെളിപ്പാടോടുകൂടിയായിരുന്നു അത് ആരംഭിച്ചത്. ഇന്ന് ദൈവകൃപയാൽ അത് ലോകമെമ്പാടും ഇങ്ങനെ പടരുന്ന കാണുമ്പോൾ അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ ഒരു ബേർഡൻ ഞാൻ വർഷിപ്പിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. വേറൊന്നുമല്ല, ഞാൻ സകലവും ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. ഞാൻ സകലവും ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടും ലോകം ഇത് അറിയുന്നില്ല, ലോകം ഇത് വിശ്വസിക്കുന്നില്ല. ഈ പൂർത്തീകരണ പ്രവൃത്തിയുടെ ഐശ്വര്യം വ്യക്തികൾ അനുഭവിക്കുന്നില്ല. അതിനെന്തൊക്കെ ചെയ്യാൻ കഴിയും? എങ്ങനെ യേശു എല്ലാം ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു എന്ന് ലോകത്തെ അറിയിക്കാൻ കഴിയും എന്ന ചിന്തയിൽ നിന്നാണ് ഒരു സമൂഹം എന്ന ആശയത്തിലേക്ക് ദൈവം എത്തിച്ചത്. എനിക്കൊന്ന് 7 മാസത്തോളം മനസ്സിൽ സമൂഹം 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 എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടന്നു. 7 മാസത്തിന് ശേഷം കർത്താവ് രണ്ടാമത്തെ വിഷൻ കാണിക്കുകയായിരുന്നു. കൃപയുടെ കീഴിൽ ഒരു സമൂഹം, ഒരു സഭയല്ല, ഒരു സംഘടനയല്ല, കൃപയുടെ കീഴിൽ ഒരു സമൂഹം. സമൂഹം എന്ന ആ കാഴ്ചപ്പാടിനെ ആ സമയത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ പിന്നെയും അത് ആവർത്തിക്കുവാനിടയായി ദൈവം. ഒരു സഭ 30, 100, 1000, 10,000 പേർ കൂടുന്ന ഒരു കൂട്ടായ്മ എന്നുള്ളതിനപ്പുറത്ത് സമൂഹം തന്നെ സഭയായി മാറുകയാണ്. മുഴുവൻ ലോകവും യേശുവിൻ്റെ ശരീരമായി മാറുകയാണ്. മാനവജാതിയാണ് വീണ്ടെടുപ്പിൽ ക്രൂശ് മരണത്തിൽ യേശു കണ്ടത്. പൂർത്തീകരണ പ്രവൃത്തി 30, 100, 1000, 10,000 ലക്ഷക്കണക്കിനോ ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് അവിടുന്ന് ചെയ്തതല്ല, സകല മാനവജാതിക്കും വേണ്ടി യേശു ചെയ്തതാണ്. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ പരിധിക്കകത്ത് എല്ലാ കുടുംബങ്ങളും, എല്ലാ മതസ്ഥരും, എല്ലാ ജാതികളും, എല്ലാ ഭാഷക്കാരും, എല്ലാ സംസ്ഥാനവും, എല്ലാ വംശങ്ങളും വരേണ്ടിയിരിക്കുന്നു എന്ന ബേർഡൻ കർത്താവ് തന്നു. ആദ്യത്തേത് സമൂഹം എന്ന കാഴ്ചപ്പാടായിരുന്നു. പിന്നത്തേതിൽ കർത്താവ് പറഞ്ഞു ആ സമൂഹം കൃപയ്ക്ക് അധീനരാകും. രണ്ടും കൂടെ ചേർത്ത് വായിക്കുവാൻ 7 മാസത്തിന് ശേഷം കർത്താവ് പറഞ്ഞു ഗ്രേസ് ആൻഡ് കമ്മ്യൂണിറ്റി, കൃപ സമൂഹം. സോ പെട്ടെന്ന് യേശു പറഞ്ഞു ഒരുമിച്ച് എഴുതുക കൃപയുടെ സമൂഹം. പിന്നെ അതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു ഗ്രേസ് കമ്മ്യൂണിറ്റി. ഹല്ലേലൂയ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഈ വിഷൻ കർത്താവ് ഉള്ളിൽ പകരുന്ന സമയത്ത് ഈ ദർശനമല്ലാതെ വേറൊന്നും കയ്യിലില്ല. ഓർക്കണമേ നിങ്ങൾ ആ ഘട്ടം. ദർശനമല്ലാതെ ഒന്നും കയ്യിലില്ല. ഞാൻ രേഷ്മയോട് ആ സമയത്ത് പറഞ്ഞു, രേഷ്മ ഇങ്ങനെ കർത്താവ് സംസാരിക്കുന്നു, പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് വെളിപ്പെടുത്തിയതായിരുന്നു. രേഷ്മ പറഞ്ഞു, സഹിച്ചാൽ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരാശയം, എന്താണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ഒരു രൂപരേഖ പോലും എൻ്റെ കയ്യിലില്ല. എന്നാൽ അവിടങ്ങളിൽ എൻ്റെ ഉള്ളിൽ തീരാ വിശപ്പായി, തീരാ ദാഹമായി ഈ ആശയം കത്തുന്നു. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. 6 മാസം ഒരാളോടും ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ, ഒരാളോടും ഇതിനെക്കുറിച്ച് ഉരുവിടാതെ, ഒരാളോടും ഇതിനെക്കുറിച്ച് മിണ്ടാതെ 6 മാസം ദൈവം എന്താണ് ചെയ്യുന്നതെന്നുള്ള രൂപരേഖയ്ക്കായി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. 5.5 മാസം, എനിക്ക് തോന്നുന്നു 5.5 മാസമായപ്പോൾ, 5.5 മാസം കഴിഞ്ഞപ്പോൾ അതിവേഗത്തിൽ രൂപരേഖ, മാസ്റ്റർ പ്ലാനുകൾ, മാസ്റ്ററിൻ്റെ പ്ലാനുകൾ വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. മാസ്റ്ററിൻ്റെ പ്ലാനുകൾ വെളിപ്പെടുവാനായിട്ട് തുടങ്ങി. ഓരോന്ന് മാസ്റ്റർ വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു ഇത് ഇന്നതാ ചെയ്യണ്ടേ, ഇന്നതാ പറയണ്ടേ, ഇന്ന രീതിയിൽ ആ വചനം ഇങ്ങനെ അതിനെ വ്യാഖ്യാനിക്കണ്ടേ, ഇന്നതാ അതിൻ്റെ ആഴം, ഇന്നതാ അതിൻ്റെ ഉയരം, ഇന്നതാ അതിൻ്റെ നീളം വിശദീകരിക്കുവാനും മനസ്സിലാക്കുവാനും തുടങ്ങി. ആ കാലഘട്ടത്തിലാണ് ചങ്ങനാശ്ശേരിയിലേക്ക് കടന്നു വരുവാനുള്ള പരിശുദ്ധാത്മ പ്രചോദനം ഉണ്ടാകുന്നത്. ചങ്ങനാശ്ശേരിയിലെ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഗ്രേസ് കമ്മ്യൂണിറ്റി രജിസ്റ്റർ ചെയ്തിരുന്നു. ഗ്രേസ് കമ്മ്യൂണിറ്റി എപ്പിസ്കോപ്പൽ ചർച്ചിൻ്റെ അണ്ടറിൽ, പട്ടത്ത സഭയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ആ രജിസ്ട്രേഷനോട് ബന്ധപ്പെട്ടായിരുന്നു
എന്താണ് കർത്താവ് ഇനി മുമ്പോട്ട് ചെയ്യേണ്ടത് എന്ന ചിന്ത ഉള്ളിൽ വന്ന സമയത്താണ് വേഗത്തിൽ ഇതിന് സജ്ജരാകേണ്ടിയവരെ എല്ലാം പെട്ടെന്ന് ഞാൻ ഒട്ടും അതിശയോക്തി പറയല്ല, വേഗത്തിൽ കർത്താവ് കൊണ്ട് കണക്ട് ചെയ്യുന്നത് ഞാൻ കാണാനിടയായി. ഞാൻ കണ്ടിട്ടില്ലാത്തവർ, ഞാൻ കേട്ടിട്ടില്ലാത്തവർ 6 മാസം മിണ്ടാതിരിക്കുന്ന സമയത്താണ് ചങ്ങനാശ്ശേരിയിൽ ആദ്യത്തെ ബൈബിൾ ക്ലാസ് നമ്മുടെ ജെയിംസ് ഊട്ടിയുടെ വീട്ടിൽ, സോഹൻ സാറിനൊക്കെ അറിയാം, ജെയിംസ് ഊട്ടിയുടെ വീട്ടിൽ ആദ്യം KSCB ക്വാർട്ടേഴ്സിലെ ജെയിംസ് ഊട്ടിയുടെ വീട്ടിൽ, ജെയിംസ് ഊട്ടി ഇവിടെ ഇരിപ്പുണ്ട്, ജെയിംസ് ഊട്ടിയുടെ വീട്ടിൽ ടാർപ്പായൊക്കെ വലിച്ചു കെട്ടി ഞങ്ങളൊരു 8-15 പേര് ഒരുമിച്ച് കൂടിയിരുന്ന് ഈ കിട്ടിയ വെളിപ്പാടുകൾ ഷെയർ ചെയ്യാനിടയായി. അന്ന് മുതൽ ഗ്രേസ് കമ്മ്യൂണിറ്റി സജീവമായി പ്രവർത്തിക്കുന്ന ഒത്തിരി അമ്മമാരിവിടെ ഉണ്ട്. അവർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വിഷനുകൾ ഷെയർ ചെയ്തപ്പോൾ ആ സഹോദരങ്ങൾ പറയാനിട്ടിടയായി, ബ്രദറെ, ഇത് ലോകം മുഴുവൻ എത്തണം, ഇതെല്ലാവരും അറിയണം. എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ല. എങ്ങനെ ഇത് അപ്ലോഡ് ചെയ്യും, എങ്ങനെ ഇത് ലോകത്തെ അറിയിക്കും, ഇത് വീഡിയോ എടുക്കണോ, എവിടെ ക്യാമറ? നിങ്ങളൊന്ന് ചിന്തിക്കണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ന് നോക്കുമ്പോൾ മീഡിയ ടീം, ഇപ്പോൾ ബിജു ബ്രദർ നന്ദി പറഞ്ഞപ്പോൾ എല്ലാത്തിനും നന്ദി പറയാം. മീഡിയ ടീം, ഒരു ഭാഗത്ത് മീഡിയ ടീം, ഒരു ഭാഗത്ത് ഗ്രേസ് ബാൻഡ്, അഡ്മിനിസ്ട്രേഷൻ വിങ്, പബ്ലിസിറ്റി വിങ്, ഇതെല്ലാം ശുശ്രൂഷകരുടെ വിങ്, ഇതെല്ലാം ഇങ്ങനെ പോകുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് ഓവർ നൈറ്റ് കൊണ്ട് ഇതൊന്നും ഉണ്ടായതല്ല. ഒന്നുമില്ലായിരുന്നു. തിരുവനന്തപുരംകാരി ഒരു വീട്ടമ്മ എന്നോട് ചോദിച്ചു, ബ്രദറെ, ഒരു CD ഈ ശുശ്രൂഷകളൊന്ന് കേൾക്കാനായിട്ട് തരാൻ നിവൃത്തിയുണ്ടോ? ഞാൻ പറഞ്ഞു, നിവൃത്തിയില്ല, CD ഇല്ല. കേൾക്കണേ നിങ്ങൾ ആ വാക്ക്. എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട്? ഇവിടെ വന്നിട്ടുണ്ട്, സിസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്, എന്തുകൊണ്ടില്ല? എനിക്കത് വലിയൊരു ആവേശം. ആദ്യമായിട്ട് ഒരു വീട്ടമ്മ ചോദിക്കുന്നത് എന്തുകൊണ്ടില്ല. അവരെന്നോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ മക്കളുമൊക്കെ വെളിയില്ല, ഞങ്ങൾ വെളിരാജ്യത്തൊക്കെ പോയപ്പോൾ ഈ ശുശ്രൂഷകളൊക്കെ കാണാൻ ആഗ്രഹിച്ചു, പല സന്ദർഭങ്ങളിൽ പലയിടങ്ങളിൽ നോക്കി, പക്ഷേ ഇതൊന്നുമില്ല, ഞാൻ എവിടെയില്ല, ഒരു CD തരാനുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ CD ഇല്ല, എനിക്ക് എങ്ങനെയായി CD പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അറിയാം, പക്ഷേ എനിക്കതിനുള്ള ആൾക്കാരില്ല, എന്താ അത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. മൈ ഗോഡ്. എന്നാൽ ഇന്ന് മിണ്ടുന്നില്ല, ഇന്ന് ലക്ഷക്കണക്കിന് CDകൾ ലോകം മുഴുവൻ നാം വിതരണം ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. അന്ന് ആ സഹോദരി ഓർക്കണേ, ആ അമ്മയുടെ ആ ദർശനം. എൻ്റെ കയ്യിൽ ഒരു 75,000 രൂപ എടുത്തു തന്നിട്ട് പറഞ്ഞു, മോനെ, എവിടുന്നെങ്കിലും ഒരു ക്യാമറ വാങ്ങണം. ആദ്യത്തെ ഗ്രേസ് കമ്മ്യൂണിറ്റിയിലെ ക്യാമറ. ഇന്ന് നമുക്കതില്ല, അത് അപ്ഡേറ്റ് ചെയ്തു, പുതിയ വേർഷൻ, നല്ല ക്യാമറ നമ്മൾ വാങ്ങി. പക്ഷെ വന്ന വഴി മറക്കല്ലല്ലോ. ആ പാവം വീട്ടമ്മ അവരുടെ ഇല്ലായ്മയിൽ നിന്ന് എടുത്തു മാറ്റി വെച്ചതുകൊണ്ട് ആദ്യത്തെ ക്യാമറ നമ്മൾ വാങ്ങുന്നു. ക്യാമറ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടി. ദൈവം തന്ന ഈ ദർശനങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പറയണമെന്ന് എനിക്ക് ആവേശമായി. രേഷ്മയ്ക്ക് ഓർമ്മയുണ്ട്, ഞാൻ ക്യാമറ ഓൺ ചെയ്യും, അതിൻ്റെ മുമ്പിൽ പോയി പ്രസംഗിക്കും. മണിക്കൂറുകൾ. എനിക്കിന്ന് ഈ പൊതുവേദിയിൽ അത് പറയുവാൻ ഒരു ലജ്ജയുമില്ല. 67-ലധികം മണിക്കൂറുകൾ ഞാൻ ക്യാമറയുടെ മുമ്പിൽ ഒരു പോഷനെ പോലെ പ്രസംഗിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ക്യാമറയ്ക്ക് ഓളിയമില്ലായിരുന്നെന്ന്. എൻ്റെ കൈയും എൻ്റെ കാലുമൊക്കെ ഭരതനാട്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതല്ലാതെ ഞാൻ ഈ പറഞ്ഞതൊന്നും ക്യാമറ എടുത്തിട്ടില്ലെന്ന് സങ്കടം തോന്നി. പക്ഷെ എൻ്റെ ആവേശം ഇവിടെ തീർന്നില്ല. എന്നോട് കർത്താവ് പറഞ്ഞു, ഇല്ല, ഏറ്റവും നല്ല ക്യാമറ കൊണ്ട് ഇത് ചെയ്യാൻ പോവുകയാണ്. ചങ്ങനാശ്ശേരിക്കാരൻ മാർട്ടിൻ്റെ അടുക്ക ചെന്ന് ഞാൻ ചോദിച്ചു, എൻ്റെ സഹോദര, ഇതിൻ്റെ ഓളിയം എങ്ങനെയാണ് കൂട്ടുന്നതെന്നൊന്ന് പറഞ്ഞതാ. ആ മനുഷ്യൻ അതിൻ്റെ ഓളിയം ബട്ടണൊക്കെ തുറന്ന് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ബ്രദർ, ഇതിങ്ങനെ തിരിച്ചു വെച്ചെടുത്താൽ മതി. ഉറങ്ങിയില്ല. രേഷ്മ പറഞ്ഞു, വന്ന് കിടക്കുവൻ ചെയ്തേതായിട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഉറങ്ങിയില്ല. പിറ്റേ ദിവസവും പോയി മണിക്കൂറുകൾ ഞാൻ റെക്കോർഡ് ചെയ്തു. ആദ്യത്തെ 12 മണിക്കൂറത്തെ തുടർമാനമായ പഠിപ്പീര് ഞാൻ പുറത്തിറക്കി. ഹല്ലേലൂയ.
എനിക്ക് വലിയ ആവേശമായി. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെക്കും. റിമോട്ടിൽ ഇന്ന് ക്യാമറമാനും ഒക്കെ ഫ്രണ്ടിൽ നിൽക്കാനുണ്ട്, അന്ന് ഇതൊന്നുമില്ല. റിമോട്ടിൽ ഓൺ ചെയ്ത് വെക്കും. അതിന് മുമ്പിൽ പോയി ഞാൻ പ്രസംഗിക്കും. ആദ്യത്തേത് ഞാൻ റെക്കോർഡ് ചെയ്ത് എൻ്റെ കൈ വന്നപ്പോൾ എനിക്ക് ആവേശമായി. ഞാൻ വിചാരിച്ചു കൊള്ളാം കൊള്ളാം കൊള്ളാം, ഇത് ആരെങ്കിലും ഒന്ന് കാണിക്കണം. വല്ലവരും ഇത് കാണാനുണ്ടോ? ഞാൻ വളരെ കഷ്ടപ്പെട്ട് ആളെ കൂട്ടി ഒരാളോട് പറഞ്ഞു, നിങ്ങളിതൊന്ന് കണ്ടിട്ടൊരു അഭിപ്രായം പറ. ആ മനുഷ്യൻ പറഞ്ഞു, ഇതിനങ്ങ് ക്ലാരിറ്റി ഇല്ല, ഇതിനങ്ങ് സൗണ്ട് പ്രോപ്പറല്ല. 1000 കുറ്റം പറഞ്ഞു. പക്ഷെ തീർന്നില്ല ആവേശം. കർത്താവ് എന്നോട് പറഞ്ഞു, നോ, CD ഇറക്കണം, CD ഇറക്കണം ഇത്. ആ സമയത്ത് എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു, ഇത് നെറ്റിൽ അപ്ലോഡ് ചെയ്യണം. നെറ്റ് തന്നെ കേൾക്കണേ നിങ്ങൾ. വന്ന വഴി ദൈവം നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി പറയാൻ ഇന്നിവിടെ കൂടിയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൃദയം തകരുകയും കർത്താവിന് നന്ദി പറയുകയും ചെയ്യുന്ന ഞാനാ. കാരണം നമ്മെ നടത്തിയ വിധങ്ങൾ അസാധാരണമാണ്. ആദ്യത്തേത് അപ്ലോഡ് ചെയ്തു, രണ്ടാമത്തേത് അപ്ലോഡ് ചെയ്തു, അപ്ലോഡിംഗ് ആയി. പിന്നെ ആവേശമായി ടെലിവിഷനിൽ ഈ യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തി പറയണം. ഹാർവസ്റ്റ് ടിവിയിൽ ബിബി ബ്രദറിൻ്റെ അടുക്കൽ ഏറ്റവും ആദ്യം പോവുകയാണ്, തിരുവനന്തപുരത്ത്. ബിബി ബ്രദറിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ബിബി ബ്രദറെ, എനിക്ക് ഈ ടെലിവിഷനിൽ ഈ സുവിശേഷം എല്ലാവരോടും പറയണം താല്പര്യമുണ്ട്. ബിബി ബ്രദർ ഏറ്റവും ആദ്യം ചോദിച്ച വാക്കിതാണ്, ബ്രദറെ, ഇതൊക്കെ കുറച്ച് പൈസ മുടക്കമുള്ള കാര്യമാണ്, വല്ലതൊക്കെ നടക്കുമോ? ഞാൻ ചോദിച്ചു, എത്ര രൂപ മുടക്കം ഉണ്ടാവും? എത്ര രൂപ മുടക്കം ഇതിനു വേണ്ടി വരും? ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 5000 രൂപയെങ്കിലും മുടക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യണമെങ്കിൽ 5000 രൂപ മുടക്കണം. 5000 രൂപ മുതൽ മുടക്ക് ചെയ്താൽ ആഴ്ചയിൽ വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് ആ പ്രോഗ്രാം കണ്ടിട്ടുള്ളവരൊന്ന് കരം ഉയർത്തിക്കാട്ടെ. വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് ഹാർവസ്റ്റ് ടിവിയിൽ നമ്മൾ നടത്തിയിട്ടുള്ള ശുശ്രൂഷകൾ കണ്ടിട്ടുള്ളവർ ഇവിടെ ഉണ്ടോ? ഈ ലൈറ്റ് വല്ലാതെ അടിക്കുന്നുണ്ട്, എനിക്ക് കണ്ടുകൂടാ. ഒന്ന് ഈ ലൈറ്റ് ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ ആ കരികളെ എനിക്കൊന്ന് കാണാൻ വേണ്ടിയാണ്. ഹാർവസ്റ്റ് ടിവിയിൽ രാത്രി 10 മണിക്ക് വെള്ളിയാഴ്ച നടത്തിക്കൊണ്ടിരുന്ന ശുശ്രൂഷകൾ കണ്ടവർ ഇവിടെ ഇരിപ്പുണ്ടോ? ഉണ്ട്. അവർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അത് നമ്മുടെ ആരംഭമായിരുന്നു. അന്ന് ബിബി ബ്രദർ എന്നോട് ചോദിച്ചു, സജിത് ബ്രദറെ, എത്ര രൂപയുണ്ട് കയ്യിൽ? ഞാൻ പറഞ്ഞു, ബിബി ബ്രദറെ, എല്ലാം കൂടെ തപ്പിപ്പറിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു 2750 രൂപയൊക്കെ വരും. ബിബി ബ്രദർ പറഞ്ഞു, ഒരാഴ്ച പോലും ഓടാനുള്ള വകുപ്പ് അതില്ല. ഒരാഴ്ച പോലും ആഴ്ചയിൽ ഒരു ദിവസം പോലും ഓടിക്കാനുള്ള വകുപ്പ് അവിടെ ഇല്ല. ഞാൻ നിരാശനായി ഹാർവസ്റ്റ് ടിവിയുടെ പടി ഇറങ്ങുമ്പോൾ യേശു എന്നോട് പറഞ്ഞു, ഇല്ല, ഏത് സന്ദേശം ഭൂമിയുടെ അറ്റത്തോളം എത്തിയില്ലെങ്കിലും ഈ സന്ദേശം എത്തിക്കാനുള്ള വഴി ഞാൻ തുറക്കും. തൻ്റെ ഇടത്തോടെ തിരിച്ചു ചെന്ന് എഗ്രിമെന്റിൽ ഒപ്പിട്, നിന്റെ കയ്യിലുള്ളത് കൊടുക്ക്, നാളെ രാവിലെ ബാക്കി പൈസ കൊണ്ട് തരൂന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ആരോടും ഒരു കാലത്തും ഒന്നും യാചിച്ചിട്ടില്ല. എന്നെ അറിയാവുന്നവർക്കറിയാം, ഇന്ന് വരെ ഒരു മനുഷ്യനോട് ഒന്നും യാചിക്കാൻ കർത്താവ് അവസരം വരുത്തിയിട്ടില്ല. ഞാൻ പോയി എഗ്രിമെന്റ് സൈൻ ചെയ്തു. ഞാൻ പറഞ്ഞു, ബിബി ബ്രദറെ, ആദ്യത്തെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ തരികയാണ്. തിരുവനന്തപുരം തിരിച്ചു വന്നിട്ട് തിരിച്ചു വരാൻ എനിക്ക് വണ്ടിക്കൂലി ഇല്ല. ഞാൻ വളരെ തകർന്ന് തിരിച്ചു വരുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, ഞാനാ തുടങ്ങിയതെങ്കിൽ ഇതിനെ എത്തിക്കാൻ ഞാൻ മതിയായവനാണ്. ഇടവും വലവും നോക്കണ്ട. സൈൻ ചെയ്ത എഗ്രിമെന്റിന് മുമ്പേ പൈസ കൊടുക്കുവാൻ നിന്റെ കയ്യിൽ പണം വരും. ഹല്ലേലൂയ. എവിടുന്ന് വരും? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പറഞ്ഞ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു. ഹല്ലേലൂയ. കാര്യങ്ങളൊക്കെ അങ്ങ് മാറി. ഹല്ലേലൂയ. അന്ന് 5000 രൂപ ഒരാഴ്ചയിൽ വേണ്ടെന്ന ഇന്ന് 35,000 രൂപ ഒരു ദിവസം വേണ്ടിയവരായി വന്ന് നിൽക്കുന്നു. അന്ന് ആഴ്ചയിൽ ഒരു ടെലിവിഷനിൽ ശുശ്രൂഷ ചെയ്ത നാം, അത് കഴിഞ്ഞ് പവർ വിഷൻ ചാനലിൽ ഡെയിലി തുടങ്ങി, രാത്രി 11 മണിക്ക് തുടങ്ങി. എത്ര ശുശ്രൂഷകൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ ശുശ്രൂഷകൾ നമ്മൾ ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസിൽ ചെയ്തു, ഏഷ്യാനെറ്റ് മൂവീസ് എന്ന് പറയുന്ന ചാനലിൽ ചെയ്തു. ഇപ്പോൾ ഇതാ ജയ് ഹിന്ദ് ചാനലിൽ വന്നു. കർത്താവ് നടത്തിയ വിധങ്ങൾക്കായി യേശുവിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. ലക്ഷക്കണക്കിന് രൂപ, എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് രൂപ. ആ സമയത്ത് കർത്താവ് പറഞ്ഞ പല പദങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പദമായിരുന്നു, വിത്ത് ഞാൻ നിന്റെ കയ്യിൽ തരും, വേണമെങ്കിൽ നിനക്കത് കുത്തി തിന്നാം. നല്ലൊരു വാക്കാ കേട്ടോ. വിത്ത് ഞാൻ നിന്റെ കയ്യിൽ തരും, വേണമെങ്കിൽ അത് കുത്തി തിന്നാം. കുത്തി തിന്നാൽ അടുത്ത വർഷം കൊയ്യാനുണ്ടാകത്തില്ല. കുത്തി തിന്നാതെ വിതച്ചാൽ അടുത്ത വർഷം കൊയ്യാനുണ്ടാവും. ഹല്ലേലൂയ. കിട്ടിയ വിത്തെല്ലാം വാരി വിതറി, എടുത്തെറിഞ്ഞു.
ലക്ഷക്കണക്കിന് ആൾക്കാർ യേശുവിൻ്റെ സുവിശേഷം കേട്ടു. ഇന്ന് ഒരു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നിൽക്കാൻ എനിക്ക് നിർവാഹമില്ല. കേൾക്കണം നിങ്ങൾ, ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നിൽക്കാൻ എനിക്ക് നിർവാഹമില്ല. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. എന്തിനേറെ പറഞ്ഞിട്ട് അറിയത്തില്ലാത്ത ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്നാലും അയ്യോ ഞങ്ങളുടെ ബ്രദറല്ലേ, നിങ്ങളുടെ ബ്രദറോ, ഇതെങ്ങനെയായേ? എൻ്റെ ബ്രദറെ, ഒരൊറ്റ ടെലിവിഷൻ പ്രോഗ്രാം ഞങ്ങൾ മുടക്കുന്നില്ല. എൻ്റെ വീട്ടിലെ കാര്യം എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ അവർക്കറിയാം. ഇത് ലോകമെമ്പാടും എത്തിയത് കർത്താവിൻ്റെ കരത്താലാണ്. അതിനായിട്ട് ഞാൻ യേശുവിന് മഹത്വം കൊടുക്കുന്നു. കഴിഞ്ഞൊരു വർഷം ഒത്തിരി ഉണ്ട്. അതെല്ലാം കൂടെ വിശദീകരിക്കാൻ പോയാൽ ഞാനും കരയും നിങ്ങളും കരയും. അതുകൊണ്ട് വേണ്ട, എല്ലാം വിട്ടേരെ. കഴിഞ്ഞൊരു വർഷം കർത്താവ് നടത്തിയ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ യേശുവിന് മഹത്വം കൊടുക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ ഒരു പ്രസ്ഥാനം, ഒരു ഫേം മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരുന്ന മേഖലയാണ് അഡ്മിനിസ്ട്രേഷൻ. ആ അഡ്മിനിസ്ട്രേഷൻ്റെ മേഖലയിലേക്ക് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട പോലും വന്നിട്ടില്ല. ബിജു ബ്രദറും ആ മേഖല മുഴുവൻ ഏറ്റെടുത്ത് ഒരു കാര്യത്തിൽ പോലും എനിക്ക് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. കൊടുക്കുന്ന ഗൈഡൻസ് അതാത് സമയങ്ങളിൽ വളരെ കൃത്യതയോടെ, ഒരു ലാഭേച്ഛയും കൂടാതെ, ഗ്രേസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് 5 രൂപ പൈസ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളും വാങ്ങിയിട്ടില്ല. വോളണ്ടിയർലിയായി മീറ്റിങ്ങുകൾക്ക് എണ്ണയടിച്ച്, വണ്ടി ഓടിച്ച്, ഉറക്കളച്ച്, രാത്രികളും പകലുകളും ഇല്ലാതെ എത്രയെത്ര രാത്രികൾ, എത്രയെത്ര പകലുകൾ, 3-2 മണിക്കൂർ പോലും ഉറങ്ങാൻ കഴിയാതെ ഉറങ്ങാതെയായി അവസാനം പിച്ചു പിടിച്ച് നടന്ന സമയങ്ങൾ പോലും എന്നോടൊപ്പം ഉള്ള സഹോദരങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ട് യേശുവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എത്രയോ മൈലുകൾ ഓടി, ഏതെല്ലാം രാജ്യങ്ങളിൽ ഓടി, ഏതെല്ലാം വൻകരകളിൽ നാം കാല് ചവിട്ടി. കാനഡ മുതൽ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്കൻ കോണ്ടിനെൻ്റ്, എവിടെയാ കാല് കുത്താത്തെ? ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ് മുഴുവൻ, ഏഷ്യൻ രാജ്യങ്ങൾ ഓൾമോസ്റ്റ് മിക്കവാറും ഇവിടെ എല്ലാം പോയി ഈ കിട്ടിയ ദർശനം കാട്ടുതീ പോലെ പടർത്താൻ കർത്താവ് അവസരം ഒരുക്കി. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് കാണുന്നേ, നമുക്ക് മുമ്പേ ഇത് പറഞ്ഞു വെച്ച ഒരു കൂട്ടര് എല്ലായിടത്തും ഉണ്ട്. അവരിങ്ങനെ വന്ന് കണക്റ്റ് ആവുക. ഓ മൈ ഗാഡ്, എന്നെ അതിശയിപ്പിച്ച ഒരു ഘടകം അതാണ്. എവിടുന്നാന്നറിയത്തില്ല, ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും എനിക്ക് പരിചിതരല്ലായിരുന്നു. ദർശനത്തോട് ചേരുവാൻ ദൈവം എഴുന്നേൽപ്പിച്ചവരാ നിങ്ങൾ. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ആ ദർശനത്തിലാണ് ഒരുമിച്ചത്. അങ്ങനെ വരുവാൻ കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്കായിട്ട് യേശുവിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഓടണമെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടിയത് ഫാമിലിയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടിയത് ഫാമിലിയിൽ നിന്നാണ്. രേഷ്മയുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അതിശയിക്കും. ഒരു പെട്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞ് അടുത്ത പെട്ടി പാക്ക് ചെയ്യുന്ന പരിപാടിയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. മിക്കവാറും സമയങ്ങളിൽ ഒന്നിട്ടേച്ച് അടുത്തെടുത്തോണ്ട് പോവാം. ഇന്ന് വരെ മുറുമുറുത്തിട്ടില്ല. കൃപ. ഇന്ന് വരെ പിറുപിറുത്തിട്ടില്ല, ഇന്ന് വരെ മുറുമുറുത്തിട്ടില്ല. എന്നെ കൊണ്ടിത് പറ്റുകയില്ല, ദിസ് ഈസ് ടു മച്ച് പറഞ്ഞിട്ടില്ല. ആ സപ്പോർട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. നല്ലൊരു കാര്യം വേണ്ടി കൊടുക്കണം. താങ്ക് യു. എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന സഹോദരങ്ങൾ, ഇവരാരും ഇപ്പം ഇവിടെ മുൻനിരയിൽ നിൽക്കുന്ന ശുശ്രൂഷകരാകട്ടെ, ഇവരാരും ഇതിനായിട്ട് ഒരുക്കപ്പെട്ടവരോ ഇതിനു വേണ്ടി വർഷങ്ങൾ പരിശീലിക്കപ്പെട്ടവരോ ഒന്നുമല്ല. അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യുന്നവരാകട്ടെ, മറ്റ് സഭയുടെ ഫിനാൻസിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നവരാകട്ടെ, ഇവരാരും ഒരു സ്ഥലങ്ങളിലുമുള്ളവരാരും ഇതിനു വേണ്ടി പരിശീലിക്കപ്പെട്ടവരല്ല. പക്ഷേ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പാടവം ദൈവം കൊടുക്കുന്നു, കഴിവുകളും കൃപകളും ദൈവം കൊടുക്കുന്നു. കർത്താവിന് ചെയ്യിക്കാനുള്ളത് നമ്മുടെ കയ്യിലൂടെ ചെയ്യിക്കുന്നു. ഈ യേശുവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നല്ലതായിട്ട് ആ കരം ഒന്ന് അടിച്ചൊന്ന് യേശുവിനൊന്ന് മഹത്വം കൊടുത്താണ്ട്. ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് നടന്നപ്പം, കേൾക്കണം അതൊക്കെ, തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് നടന്നപ്പം മീറ്റിങ്ങിന് ശേഷം ഒരു മെല്ലിച്ച് സ്ഥൂലിച്ചിരിക്കുന്ന ഒരു പയ്യൻ എൻ്റെ അടുക്ക് വന്ന് ചോദിച്ചു, എന്നെ വണ്ടിയിലൊന്ന് കയറ്റി തമ്പാനൂര് ഒന്ന് ഇറക്കാമോ? ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനാ തമ്പാനൂർ ഈ സമയത്ത് പോന്നേ? എൻ്റെ ബ്രദറെ,
ബ്രദറിൻ്റെ മീറ്റിംഗ് എവിടെ ഉണ്ടെങ്കിലും ഞാൻ മീറ്റിങ്ങിന് വരും. എൻ്റെ വീട് അങ്ങ് ഗ്രാമത്തിലാണ്. നേരം വെളുക്കുമ്പോഴേ എനിക്ക് എൻ്റെ ഗ്രാമത്തിലേക്ക് വണ്ടിയുള്ളൂ. ഞാൻ എല്ലാ മീറ്റിങ്ങും കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങും. നേരം വെളുത്ത് ബസ് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുന്നത്. എൻ്റെ വീട് അങ്ങ് ഒരാൾ കയറാൻ മൂലയില്ല, അങ്ങോട്ട് വണ്ടിയില്ല. നേരം വെളുത്ത് കഴിയുമ്പോഴേ, പക്ഷേ ഒരു കൺവെൻഷൻ പോലും ഞാൻ മുടക്കിയിട്ടില്ല. ഇന്നെനിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കിടക്കാൻ ഒരു നിർവാഹവും ഇല്ല. അവനോട് ഞാൻ ചോദിച്ചു, നിനക്ക് ഇത്രയും ആവേശമാണെങ്കിൽ നീ എൻ്റെ കൂടെ പോരുന്നോടാ? അവൻ എടുത്ത വാക്കിൽ എന്നോട് പറഞ്ഞു, ഞാൻ പോരുവാ. ഞാൻ അവനോട് ചോദിച്ചു, വീട്ടിൽ പറയണ്ടേ? അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ വീടും എൻ്റെ കൂടും ഒക്കെ നിങ്ങളാ, നിങ്ങളുടെ കൂടെ ഞാൻ വരുവാ. ഇട്ട തുണിയോടെ അന്ന് പൊക്കിക്കൊണ്ട് വന്നേ ആ സ്ഥൂലിച്ച സാധനമാ. കീബോർഡൊക്കെ വായിച്ച് ഇവിടെ നിൽക്കുന്നത്. ഇങ്ങോട്ട് പാടാം. ആമേൻ. അടുത്ത ആഴ്ച ദുബായിക്ക് പോവാ, കർത്താവിനെ പ്രസംഗിക്കാൻ. അടുത്ത ആഴ്ച ദുബായിക്ക് പോവാ, യേശുവിനെ പ്രസംഗിക്കാൻ. കരമടിച്ചൊന്ന് യേശുവിന് മാത്രം കൊടുത്തേ. അവൻ്റെ ഗ്രാമത്തിൽ അവിടെയുള്ള ഒരു മുഴുവൻ യേശുവിനെ കാണാൻ അവനൊരു മുഖാന്തരമായി. കോട്ടയത്ത് ശാസ്ത്രി റോഡിലുള്ള ഹാളിൽ മീറ്റിംഗ് നടക്കുമ്പം കൈകൾ ചുരുണ്ട്, കേൾക്കണം നിങ്ങളെ വാക്കുകൾ, കൈകൾ ചുരുണ്ട് സ്ഥൂലിച്ച് മെലിഞ്ഞുണങ്ങി ഒരു മനുഷ്യൻ മീറ്റിങ്ങിൻ്റെ ഒടുവിൽ പ്രാർത്ഥനയ്ക്കായിട്ട് മുമ്പിൽ വന്നു. പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ ചെവിയിലുണ്ട്. ബ്രദറെ, ഈ ലോകത്തിൽ ഏറ്റവും പാപി ഞാനാ. ചങ്ങനാശ്ശേരി പട്ടണത്തിൽ വില പറഞ്ഞ് കയ്യും കാലും വെട്ടാൻ നടക്കുന്ന ക്രൂരനായ മനുഷ്യനാ ഞാൻ. എനിക്ക് കൗതുകമായി. ഞാൻ ആരാഞ്ഞു, എത്ര കാലിന് വില? എന്നോട് പറഞ്ഞു, ആളിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചാണ് കാലിൻ്റെ വില. നല്ല കാലാണെങ്കിൽ ഒരു വില, സാധാരണക്കാരൻ്റെ കാലിന് വേറൊരു വില. കാല് വെട്ടി കൈവെട്ടി കൊട്ടേഷന് നടന്ന് ഗുണ്ടയായി നടന്ന് ഹെപ്പറ്റൈറ്റിസ് ബി രക്തത്തിൽ കയറി ശരീരം വലിഞ്ഞു മുറുകി 40 ദിവസമേ ജീവിക്കത്തുള്ളെന്ന് ഹോസ്പിറ്റൽ ഉപേക്ഷിച്ച് തള്ളി ഒരു കൊടിയ പാപിയായൊരു മനുഷ്യൻ പ്രാർത്ഥനയ്ക്ക് വന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈ കണ്ണുകളിൽ എവിടെയോ ഒരു ആവേശം ഞാൻ കാണുന്നു. എന്തുകൊണ്ട് ഇവൻ യേശുവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൂടാ? പ്രാർത്ഥന കഴിഞ്ഞ് വാകത്താനത്ത് താമസിക്കുന്ന എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വണ്ടി ഞാൻ കൊണ്ടുവന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ വീട് എവിടെയാ? എനിക്ക് നിൻ്റെ വീട്ടിൽ വരുവാൻ താല്പര്യമുണ്ട്. ടാർപ്പ വലിച്ചു കെട്ടി, പറയാൻ ലജ്ജയില്ല, ടാർപ്പ വലിച്ചു കെട്ടി കട്ടിലിനടിയിൽ കൂടെ വെള്ളം ഒഴുകും. അമ്മയും 2 മക്കളും ആ കട്ടിലിൻ്റെ മേളിൽ കിടക്കും. ദുഃഖകരമായ ആ വീടിൻ്റെ അവസ്ഥ കണ്ടു. ആ വീട്ടിൽ പോയി കാല് ചവിട്ടി. വീടല്ലത്, ടാർപ്പ വലിച്ചു കെട്ടിയ വെറും കൂര. അതിനകത്ത് പോയി കാല് ചവിട്ടി. യേശു പറഞ്ഞു, 40 ദിവസം ജീവിക്കുന്നു പറഞ്ഞ ഈ മനുഷ്യൻ ദീർഘായുസ്സോടെ ജീവിക്കും. ഞാനിവൻ്റെ ഭാര്യയെ അനുഗ്രഹിക്കും. അവളുടെ ജീവിതം ഞാൻ മാറ്റിമറിക്കും. ഇവൻ്റെ രോഗത്തെ ഞാൻ സൗഖ്യമാക്കും. ഈ വീട് ഇരുന്നിടത്തും മണിമാളിക ഉയരും. ഈ നിരാശ മാറും. അന്ന് ആ മനുഷ്യനൊന്നും അറിയില്ല. ശബ്ദം കേട്ടപ്പോൾ എനിക്ക് തോന്നി പാട്ട് പാടുമായിരിക്കും. വിളിച്ചു, വാ. കണ്ടോ, ഇന്ന് സുമുഖനായി സുന്ദരനായി. എത്ര കൊല്ലമായി? ഇതിപ്പോൾ 6ാമത്തെ വർഷം. 6 വർഷം. 6 വർഷം 40 ദിവസം ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞവൻ പോവുക അടുത്ത ആഴ്ച ദുബായില് യേശുവിനെ പ്രസംഗിക്കാൻ. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. എത്ര പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങൾ, എത്ര പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങൾ. എൻ്റെ ദൈവമേ, അങ്ങ് ജീവിക്കുന്നു എന്നുള്ളതിന് ഇനി എന്താ ഒരു സാക്ഷ്യം വേണ്ടേ? കൊടിയ പാപികൾ, മീറ്റിങ്ങിന് തല്ലാൻ വന്നവർ, കൊല്ലാൻ വന്നവർ, കയ്യോങ്ങി അടിക്കാനൊരുങ്ങി വന്നവർ, വാറ്റുചാരായം വിറ്റ് നടന്നവർ,
20, 30, 40 ക്രിമിനൽ കേസിലെ പ്രതികൾ അവരെല്ലാം ഇന്ന് ഓരോ യൂണിറ്റിന്റെ ശുശ്രൂഷകരാ. ഇത് യേശു വരുത്തിയ മാറ്റം, ഇത് കർത്താവ് വരുത്തിയ മാറ്റം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇങ്ങനെ വഴിവക്കിൽ കണ്ടതുങ്ങളെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന സഹോദരങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കണം. അവിടെ ആദ്യം മുതൽ ഇന്ന് വരെയുള്ള സഹോദരങ്ങളെല്ലാം ഒന്നെങ്കിൽ ബ്രദറിനെ തല്ലാൻ വന്നത്, അല്ലെങ്കിൽ ഇവിടെ എന്നാ ടെക്നിക്കാണ് നടക്കുന്നതെന്ന് കാണാൻ വന്നത്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങൾ. ഒരു ബ്രദർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങളുടെ മീറ്റിങ്ങിന് പെണ്ണുങ്ങളൊക്കെ വരും, അവരെ കാണാൻ വന്നതാണ്. അങ്ങനെ വന്നതാ. അവനിന്ന് ശുശ്രൂഷകനാ. ഇത് യേശു വരുത്തിയ മാറ്റം. ലോകരാജ്യങ്ങളിൽ ഈ ഉണർവിൽ, ഈ മൂവ്മെന്റിൽ പങ്കാളികളാവുവാൻ ദൈവം വ്യക്തികളെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ എഴുന്നേൽപ്പിക്കപ്പെട്ട പലരും ഇന്ന് നമ്മോട് ഒരുമിച്ചായിരിക്കുന്നു. അവർക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇതിനുവേണ്ടി അഹോരാത്രം അധ്വാനിച്ചവർ, എഫോർട്ട് എടുത്തവർ, അഡ്മിനിസ്ട്രേഷൻ വിങ്, ഗ്രേസ് ബാൻഡ് വിങ്, മീഡിയ, 10 ലക്ഷം പേരാണ് പ്രിയമുള്ളവരെ ഗ്രേസ് കമ്മ്യൂണിറ്റി global.com എന്ന വെബ്സൈറ്റിൽ കഴിഞ്ഞ 8 മാസത്തിനകത്ത് വിസിറ്റ് ചെയ്തത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? 10 ലക്ഷം പേർ. നിങ്ങളുടെ കയ്യടി പോരാ, തുടങ്ങണം അവിടെ. 10 ലക്ഷം പേർ 8 മാസത്തിനകത്ത് ഗ്രേസ് കമ്മ്യൂണിറ്റി global.com എന്ന വെബ്സൈറ്റിലൂടെ യേശുവിൻ്റെ സുവിശേഷം കേട്ട് കഴിഞ്ഞു ലോകവ്യാപകമായി. കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങൾക്കായിട്ട് യേശുവിന് നന്ദി പറയാൻ വകയുണ്ട്. അവൻ വിശ്വസ്തനാണ്, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവരാണ്. ഇതിനോടകം അപ്പന്മാരെ ഞാനിവിടെ കണ്ടു. ഞാൻ വീട് വിട്ടിട്ട് സെമിനാരി പഠനവും ഒക്കെ ആയിട്ട് 6-7 വർഷങ്ങൾ സെമിനാരി പഠനത്തിലായിരുന്നു. അതിനൊക്കെ ശേഷം വീട് വിട്ടിട്ട് അനേക വർഷങ്ങളായി. എൻ്റെ ഡാഡിയുടെ കൂടെ ഞാൻ ജീവിച്ച് വളരെ കുറച്ച് സമയങ്ങളെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഗ്രേസ് കമ്മ്യൂണിറ്റിയിൽ എനിക്ക് അപ്പന്മാരെ ദൈവം തന്നു. എത്രയെത്ര പിതാക്കന്മാർ, എത്രയെത്ര പിതാക്കന്മാർ, എത്രയെത്ര അമ്മമാർ. ഓ മൈ ഗാഡ്. ലോകമെമ്പാടും ഏതൊക്കെ വിഷയത്തിൽ ഞാൻ അനാഥത്വം അനുഭവിച്ചോ ആ വിഷയത്തെ എല്ലാം കർത്താവ് തുറന്ന് അനുഗ്രഹിച്ചു. അപ്പന്മാർ, അമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ. ഓ മൈ ഗോഡ്, അവരുടെ സ്നേഹം, ഓ ജീസസ്. അത് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവരുടെ സ്നേഹം കാണുമ്പോൾ സത്യത്തിൽ ചങ്ക് തകരുക. ദൈവമേ, എന്നെ താമസിപ്പിക്കാൻ വേണ്ടി വീട് വെച്ചവരിവിടെ ഇരിപ്പുണ്ട്. ആള് കയറാൻ മൂലയിൽ വീട് വെച്ചിട്ട് വീടിനകത്ത് AC വെച്ചവരിവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, ബ്രദറെ, ഈ നാട്ടിലെങ്ങും ആരും AC ഇല്ല, ബ്രദർ വരുമ്പോൾ AC കിടക്കണം. മൈ ഗോഡ്. ഓരോ പ്രഭാതത്തിലും ആഹാരം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന കുടുംബങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. എറണാകുളത്തൊക്കെ മീറ്റിംഗ് കഴിഞ്ഞ് നേരം വെളുക്കാറാകുമ്പോഴാണ് നമ്മൾ എത്തുന്നത്. മിക്കവാറും ദിവസം കതക് തുറക്കുമ്പം ആഹാരം പ്രിപ്പയർ ചെയ്ത് ഉച്ചക്കത്തേക്കുള്ളത് ഒരുക്കിക്കൊണ്ടുവരുന്ന ചങ്ങനാശ്ശേരിയിലെ അമ്മമാർ, അപ്പമാർ ഇവിടെയുണ്ട്. അവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരു സങ്കടത്തിൽ ഇരുന്നാൽ, നിസാരം അങ്ങേയറ്റം പറഞ്ഞ ഈ പ്രാവശ്യത്തെ മുടിവെട്ട് ഒത്തില്ലെങ്കിൽ, ഞാൻ അങ്ങനെ പറയാം, ഈ പ്രാവശ്യത്തെ മുടിവെട്ട് ഒത്തില്ലെങ്കിൽ, അതെന്നാ ബ്രദറെ അങ്ങനെ മുടി വെട്ടിയെന്ന് ചോദിക്കാൻ ആയിരങ്ങൾ ഇന്നുണ്ട്. ഷർട്ടിൻ്റെ നിറം ഓർത്ത് വെക്കുന്ന അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. സ്നേഹ ആശ്ലേഷണം കൊണ്ട് പൊതിഞ്ഞ ജീവിതം തന്ന അപ്പന്മാരുണ്ട്. അവർക്കൊക്കെ നന്ദി പറയാൻ വാക്കുകളൊന്നും പോരാ. കുഞ്ഞനിയന്മാര്, ഈ ഗ്രേസ് ബാൻഡിൻ്റെ ഓട്ടം നിങ്ങളൊന്നറിയണം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഓരോ സ്ഥലങ്ങളിലും മീറ്റിങ്ങിനായിട്ട് ഓടുമ്പോൾ ഇതുങ്ങൾ വണ്ടിയിലാണ് കിടന്നുറങ്ങുന്നത്. ഈ ഒരു ബോക്സ് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് പോകുമ്പോൾ ഒന്ന് ചുമന്ന് നോക്കണം. അതിൻ്റെ ഒരു ഭാഗം ഉയർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുകയില്ല. എന്നാൽ ഒരു പ്രതിഫലേച്ഛയും കൂടാതെ
അവരുടെ ചെലവുകൾ ഒഴിഞ്ഞാൽ വേറെ ഒരു ഉദ്ദേശവും കൂടാതെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അവരെയാണ് നാം ബ്ലെസ് ചെയ്യേണ്ടത്, അവരെയാണ് നാം അനുഗ്രഹിക്കേണ്ടത്. വീഡിയോഗ്രാഫി, എഡിറ്റിങ്, ക്യാപ്ചറിങ്, ഇതെല്ലാം കൂടെ ചെയ്യുന്ന ഒരാള്. ഇതൊക്കെ എവിടെ കണ്ടിട്ടുള്ളേ? ഇതൊക്കെ ഗ്രേസ് കമ്മ്യൂണിറ്റിയിലുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പരിഭവപ്പെടുന്നുണ്ട്, വഴക്ക് പറയാറുണ്ട്. അവർക്കൊക്കെ അറിയാം, ചില സമയത്തൊക്കെ നല്ലതായിട്ട് വഴക്ക് പറയാറുണ്ട്. എന്നാലും സ്നേഹത്തിൻ്റെ ആത്മാവിൽ അതിനെ തിരിച്ചറിഞ്ഞ് ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നു. നമ്മെ കഴിഞ്ഞൊരു വർഷം നടത്തിയ കർത്താവിന് കരമടിച്ചുകൊണ്ട് ഗ്രേസ് കമ്മ്യൂണിറ്റിയെ, കൃപയുടെ സമൂഹത്തെ, ലോകമെമ്പാടും ഇന്ന് ഓൺലൈനായിട്ട് എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ആൾക്കാർ ഓൺലൈനായിട്ട് ഈ ശുശ്രൂഷ ലോകരാജ്യങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തികഞ്ഞ നന്ദി പറയാനുള്ള വകുപ്പുണ്ട്, കാരണം കർത്താവ് നമ്മെ നടത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ബിജു ബ്രദർ പറഞ്ഞതോട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ തുറന്ന ഭാഷയിൽ നന്ദി പറയുന്നു. 2015 വ്യക്തമായ രൂപരേഖ ഗ്രേസ് കമ്മ്യൂണിറ്റിക്കുണ്ട്. ആദ്യത്തെ 6 മാസം, അടുത്ത 6 മാസം, ആദ്യത്തെ 6 മാസത്തിലെ 3 മാസം തിരിച്ച് വ്യക്തമായ രൂപരേഖ പ്രവർത്തനത്തിൻ്റെത് പ്രിപ്പയർ ആയി കഴിഞ്ഞു. എവിടൊക്കെ മീറ്റിങ്ങുകൾ, ഏതെല്ലാം രാജ്യങ്ങൾ, എത്ര പേര് പോകുന്നു, എപ്പം വരുന്നു, എങ്ങനെ വരുന്നു, എവിടുന്ന് വരുന്നു, എല്ലാം പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഏതെല്ലാം പുതിയ ടെലിവിഷൻ ചാനലുകൾ, ഏതെല്ലാം സുവിശേഷീകരണത്തിൻ്റെ മേഖലകൾ, എല്ലാം പ്രിപ്പയർ ആയി കഴിഞ്ഞു. സോ വി ആർ റെഡി. നമ്മൾ റെഡി ആയി കഴിഞ്ഞു. ഈ വർഷം പ്രസംഗിക്കണമെന്ന് കർത്താവ് പറഞ്ഞ മെസ്സേജുകൾ മണിക്കൂറുകൾ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ വർഷം നമ്മൾ 14 സന്ദേശങ്ങൾ ഗ്രേസ് കമ്മ്യൂണിറ്റി ലോകത്തോട് പറയുവാനായി പോകുന്നു. 14 പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു. ജീസസ്, ഈ ഒരു വർഷം മുഴുവൻ പ്രസംഗം കേൾക്കുന്നവർക്ക് ഈ 14 പോയിന്റിൽ നിന്നുകൊണ്ടുള്ള ആലോചനകളാണ് കേൾക്കാൻ പോകുന്നത്. അത് മുഴുവൻ പ്രിപ്പയർ ആയി കഴിഞ്ഞു. സോ ഗ്രേസ് കമ്മ്യൂണിറ്റി 2015 വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ വർഷം ഏറ്റവും കൂടുതൽ നാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മീഡിയയിലായിരിക്കും. മീഡിയ, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഗൂഗിൾ പ്ലസ്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഓൾ. ഞാൻ അങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല. മീഡിയയിൽ അമേരിക്കയിൽ ചെന്നപ്പം തമ്പു ബ്രദർ എന്നോട് പറഞ്ഞു, തമ്പു ബ്രദർ ഓർക്കുന്നുണ്ടോ, ബ്രോഡ്കാസ്റ്റ് ചെയ്യണം ബ്രദറെ, ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. ഞാൻ അന്നാ ബ്രോഡ്കാസ്റ്റ് എന്നുള്ള വാക്ക് കേൾക്കുന്നത്. ഞാൻ 2 പ്രാവശ്യം തമ്പു ബ്രദറിനോട് ചോദിച്ചു, എന്നതാ ഈ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ. അപ്പോൾ എന്നെ ഫോണിൽ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ബ്രോഡ്കാസ്റ്റ് നമുക്ക് ചെയ്യണം. ഞാനിവിടെ വന്ന് എൻ്റെ കൊച്ചിനോട്, ബ്ലസനോട് പറഞ്ഞു, മോനെ നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. അപ്പോൾ അവന് ഇതിൻ്റെ എല്ലാ അറിവും ഉണ്ട് ഓൾറെഡി. ആമേൻ. സോ വി ആർ റെഡി ഫോർ ബ്രോഡ്കാസ്റ്റ്. ഇപ്പം നമ്മൾ അതിന് റെഡി ആയി കഴിഞ്ഞു. 2015 അത് പുറത്തു വരികയാണ്. സോ കർത്താവ് നമ്മെ നടത്തുന്ന വിധങ്ങൾക്കായിട്ട് ഹല്ലേലൂയ, നന്ദിയോടെ കർത്താവിനെ നമുക്കൊന്ന് ആരാധിക്കാം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അയ്യോ, സന്തോഷമില്ല. ഉറങ്ങിപ്പോയോ? മേളിലിരിക്കുന്നവര് എത്ര പേര് സന്തോഷത്തോടെ ആയിരിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2015 ഞാൻ വിശ്വസിക്കുന്നു ഈ ടൗൺ ഹാളിൻ്റെ പരിമിതിയൊക്കെ നിങ്ങൾക്കറിയാം. നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻ ഇവിടെ ഉണ്ട്. ഇതിനോടകം നമ്മൾ ഒരു പെർമനൻറ്റ് പ്രമിസസിലേക്ക് മാറാനുള്ള ഒരുപാട് എഫേർട്ടും എടുത്തിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ 2015 അത് കംപ്ലീറ്റ് ആവും. അടുത്ത വർഷം ടൗൺ ഹാളിൽ ആയിരിക്കത്തില്ല, ഇൻഡോർ സ്റ്റേഡിയം പോലുള്ള സ്ഥലങ്ങളെ കർത്താവ് തുറക്കും. ജനലക്ഷങ്ങൾ ഒരുമിക്കും. ഇതിനോടകം പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി സമീപിച്ചവരുണ്ടായിരുന്നു. ആള് കളിക്കാൻ വന്നവരുണ്ട്, സ്ഥാനം കിട്ടുമെന്ന് ചിന്തിച്ച് വന്നവരുണ്ട്, ആളാകാൻ വന്നവരുണ്ട്.
എത്രയോ സംഭവ ബഹുലമായ ഒരു വർഷമായിരുന്നു 2014. പക്ഷേ ഇവിടെ ഒന്നും ഡിസിഷൻ എടുത്തത് ഞങ്ങളാരും അല്ലായിരുന്നു, കർത്താവായിരുന്നു. ഹല്ലേലൂയ. രണ്ട് കാര്യം 2013 അവസാനം കർത്താവ് സംസാരിച്ചു. അത് 2014 ഈ ഒടുവിൽ വന്ന് നിൽക്കുമ്പം വ്യക്തമാവുകയാണ്. ഒരു ദിവസം ഞാൻ ഗ്രേപ്സ് വാങ്ങാൻ, മുന്തിരി വാങ്ങാനായിട്ട് കടയിൽ പോയി. ഞാൻ വളരെ അപൂർവമായിട്ട് പോകാറുള്ള അങ്ങനെ ഗ്രേപ്സ് വാങ്ങുവാനായിട്ട് പോയി. കടക്കാരൻ മുന്തിരിക്കൊല ഇങ്ങനെ പൊക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചെണ്ണം അടന്ന് താഴെ വീണു. കർത്താവ് എന്നോട് സംസാരിച്ചു, അതൊന്ന് നോക്ക്. ഞാൻ പറഞ്ഞു, എന്തോ നോക്കാനാ? മുന്തിരിക്കാരൻ മുന്തിരി പൊക്കി കുറച്ചെണ്ണം താഴെ വീണു, അതിൻ്റെ അകത്ത് എന്താ അർത്ഥം? ഇതാണ് ഈ വർഷം സംഭവിക്കാൻ പോകുന്നത്. ഇതോ ഞാൻ ഇതിനെ ഒന്ന് കുടയും. കഴിഞ്ഞ വർഷം ആ കുടച്ചിൽ ഞങ്ങൾ കണ്ടു. ടൗൺ ഹാളിൽ വന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇന്നിവിടെ ആരാധനയില്ല. എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞവരൊക്കെ പോയി. ഓക്കെ, ഹോളില്ല. ചില സന്ദർഭങ്ങളിൽ ഹോളില്ല. ചിലപ്പോൾ ഹോളുണ്ട്, 1 മണിക്ക് ഇറങ്ങണം, ചിലപ്പോൾ ഉച്ച കഴിഞ്ഞേ ഉള്ളൂ. നല്ല ഒരു കുടച്ചിലായിരുന്നു. തണ്ടിനോട് ചേർന്ന് നിൽക്കാത്ത എല്ലാം പൊഴിഞ്ഞു പോയി. പക്ഷെ തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരെണ്ണം പോയിട്ടില്ല, പോകത്തുമില്ല. ഹല്ലേലൂയ. 2015 വ്യക്തമായി ഞാൻ പറയാം, 2015 കർത്താവ് തന്ന രൂപരേഖ അനുസരിച്ച് ലോകം നമ്മൾ പിടിക്കാൻ പോവാം. ഒട്ടും അതിശയത്തോടെയല്ല ഞാൻ പറയുന്നത്. 5 വൻകരകളും ഉള്ളം കയ്യിൽ നമ്മൾ പിടിക്കാൻ പോവാം. ഒപ്പം നിൽക്കേണ്ടവർക്ക് ഒപ്പം നിൽക്കാം, ചേർന്ന് നിൽക്കേണ്ടവർക്ക് ചേർന്ന് നിൽക്കാം, കരം കോർക്കേണ്ടവർക്ക് കരം കോർക്കാം. ഇതാകുന്നു ആ ഉണർവിന്റെ സമയം. കരമടിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിന് ശക്തിയോടെ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനോടകം ഗ്രേസ് കമ്മ്യൂണിറ്റി പല രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്തു. UK-ല് 12 പട്ടണങ്ങളിൽ, ഷൈജു ബ്രദർ ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ, UK-ലെ 12 പട്ടണങ്ങളിൽ ഗ്രേസ് കമ്മ്യൂണിറ്റി യൂണിറ്റുകൾ ആരംഭിച്ചു. ഓസ്ട്രേലിയയിൽ ഗ്രേസ് കമ്മ്യൂണിറ്റി രജിസ്റ്റർ ചെയ്തു. ഓസ്ട്രേലിയയിലെ ഗ്രേസ് കമ്മ്യൂണിറ്റി ഇൻചാർജിലായിരിക്കുന്ന ബോസ് ബ്രദറും കുടുംബവും നമ്മുടെ ഒരുമിച്ചുണ്ട്. അമേരിക്കയിൽ ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനത്തിലായിരിക്കുന്ന ടോം ബ്രദറും ഫാമിലിയും നമ്മുടെ ഒരുമിച്ചുണ്ട്. UK-ൽ നമ്മുടെ ശുശ്രൂഷയിലായിരിക്കുന്നവരിവിടെ ഉണ്ട്. ഈ രാജ്യങ്ങളിലേക്കെല്ലാം ഇത് കത്തിപ്പടർന്നപ്പോൾ ഒരു കാര്യം യേശു ഉറപ്പിച്ചു പറയുന്നു, ഇനി ഇതിനെ പിടിച്ചാൽ കിട്ടുകയല്ല, ഇനി ഇതിനെ പിടിച്ചാൽ കിട്ടുകയല്ല. ഞാൻ വലിയ ആവേശത്തിലായി വർഷം. നിങ്ങൾക്ക് എത്ര പേർക്ക് അതുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലായി വർഷം. ഞാൻ ഭയങ്കര ഉറപ്പിലായി വർഷം. ഇന്ന് വരെ കാണാത്തതും കേൾക്കാത്തതും അറിയാത്തതും ഒക്കെ സംഭവിക്കുന്ന ദിവസങ്ങളായത്. ഏറ്റവും ബെസ്റ്റ് ദൈവമക്കളെ തേടി വരും. ഈ വർഷം ഏറ്റവും ബെസ്റ്റ് ക്യാമറ നമ്മൾ വാങ്ങും. ഈ വർഷം ഏറ്റവും ബെസ്റ്റ് കീബോർഡ് നമ്മൾ വായിക്കും. ഈ വർഷം ഏറ്റവും ബെസ്റ്റ് ഹാളിൽ നമ്മൾ ഇരിക്കും. ഈ വർഷം നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും നല്ലത് തന്നെ വന്നു ചേരും. കാരണം ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങൾ 5-മതല്ല, 4-മതല്ല, 3-മതല്ല, 2-മതല്ല, 1-മതാണ്. ഹല്ലേലൂയ. ഞാൻ ഉറപ്പിച്ചു പറയാം, എല്ലാം പ്രിപ്പയർ ആയി കഴിഞ്ഞു. എല്ലാം, എവ്രിതിങ്. മീഡിയ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉറക്കളച്ച് കുഞ്ഞുങ്ങൾ പ്രവർത്തനത്തിലായിരുന്നു. മീഡിയ എല്ലാ മേഖലകളും റെഡി ആയി കഴിഞ്ഞു. So we are ready. Are you ready? Come on, are you ready? Are you ready? Hallelujah, hallelujah. ഈ ആണ്ടിൽ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ 4 പ്രൊജക്റ്റുകൾ ഈ ആണ്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ട്.
അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ് റിട്രീറ്റ് സെന്ററുകൾ. റിട്രീറ്റ് സെന്ററുകൾ, ഓരോ സ്ഥലത്തുള്ള ധ്യാന കേന്ദ്രങ്ങൾ, റിട്രീറ്റ് സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ മിഷൻ ഗുജറാത്തിൽ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? പാകിസ്ഥാനിൽ ഈ വർഷം നമ്മൾ സുവിശേഷം പറയാൻ പോവുക. റാവൽപിണ്ടിയിൽ നിന്ന് ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞു സുവിശേഷം പ്രസംഗിക്കാൻ. അഫ്ഗാനിസ്ഥാനിൽ, റാവൽപിണ്ടി അറിയത്തില്ലേ? അറിയണം, നമ്മൾ പോവും. റാവൽപിണ്ടി. ലോകം വിളിക്കുന്നു. ഇത് സമയമാണ്, ഇത് സമയമാണ്. ഇനി വേറൊരു ഭാഗം പറയാം. കഴിഞ്ഞ വർഷം നേരിട്ടതുപോലെ എതിർപ്പുകൾ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല. എന്തെല്ലാം ആക്ഷേപങ്ങൾ. കൂടെ കുരച്ച നായായിരുന്നെങ്കിൽ എപ്പോഴേ കുര നിർത്തിയേനെ. ഇത് കള്ളനെ കണ്ടുപോയി, എങ്ങനെ നിർത്താനാ? ഹല്ലേലൂയ. എല്ലാ മേഖലകളിലും വലിയ ഉപദ്രവങ്ങളുണ്ടായി, ആക്ഷേപങ്ങളുണ്ടായി. എന്താ പറയണ്ടേ? വലിയ മാനസിക തകർച്ചയൊക്കെ ഉണ്ടായി. പക്ഷേ എങ്ങനെ ഒതുങ്ങാന്? കഴിഞ്ഞ ദിവസം ഒരു മൂത്ത പരീശൻ, അങ്ങനെ പറയുന്നതിൽ ഒറ്റും തെറ്റില്ല, മൂത്ത പരീശൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാ: ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് നീ എന്നാടാ ഒതുങ്ങാത്തെ? എങ്ങനെ ഒതുങ്ങാനാ? ഉള്ളിൽ ഇരിക്കുന്നവൻ ഒതുങ്ങാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഒതുങ്ങാനാ? ജാതികളുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ഒരു വർഷം നമുക്ക് ഒരു എതിർപ്പും ഉണ്ടായില്ല. പക്ഷെ കർത്താവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞവരുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും വലിയ എതിർപ്പുണ്ടായി. ഒരു സുവിശേഷ വിരോധിയും ഒരു എതിർപ്പും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ സുവിശേഷം അറിയുന്നു എന്ന് ചിന്തിച്ചവരാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ആണ്ടിൽ അനുഗ്രഹിച്ചതും അവരെയാ. നിങ്ങൾ മിണ്ടുന്നില്ല. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വർദ്ധിക്കുന്നത് നിങ്ങളെ കുറിച്ച് കളവായി പലതും പറയുമ്പോഴാ. അതാ കർത്താവ് പറഞ്ഞ് തുള്ളിച്ചാടിക്കണോ ആ സമയത്ത്. നമ്മുടെ പ്രതിഫലത്തിന് മുഖാന്തരമായി തീർന്ന എല്ലാ വിമർശകർക്കും യേശുവിന്റെ നാമത്തിൽ നന്ദി. ഞങ്ങൾ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ 2015 വരവേൽക്കുവാൻ വീടുകൾ റെഡിയായി കഴിഞ്ഞു? ഇന്നത്തെ ന്യൂ ഇയർ മെസ്സേജ് ഞാൻ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി അത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ ന്യൂ ഇയർ മെസ്സേജിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. കഴിഞ്ഞ വർഷം വർധനവ് പറഞ്ഞു, ഓടിച്ചിട്ട് വർദ്ധിപ്പിക്കുകയായിരുന്നു. ഒട്ടും അതിശോക്തി ഇല്ല വാക്കിനകത്ത്. ഓടിച്ചിട്ട് വർദ്ധിപ്പിക്കുകയായിരുന്നു. എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാവോ അങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കുകയായിരുന്നു. വീടില്ലാത്തവർക്ക് വീട് കിട്ടി, വണ്ടിയില്ലാത്തവർക്ക് വണ്ടി കിട്ടി, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കിട്ടി. എന്തെല്ലാം വർധനവ് ആഗ്രഹിച്ചോ എല്ലാ മേഖലയിലും ആ വർധനവ് വെളിപ്പെട്ടു. കരമടിച്ചോ യേശുവിന് നന്ദി പറഞ്ഞ്. പ്രസാദത്തിന്റെ വർഷമായിരുന്നു. ഒന്ന് പറഞ്ഞേ, ഇയർ ഓഫ് ലോർഡ്സ് ഫേവർ. കർത്താവിന്റെ പ്രസാദം. ഞാൻ രേഷ്മയോട് ഇവിടെ ഇരുന്നപ്പോൾ പറയായിരുന്നു, കഴിഞ്ഞ വർഷം പോയ ഒരു വഴി പോലും ലജ്ജിക്കാൻ ദൈവം സമ്മതിച്ചില്ല. എത്ര സാക്ഷ്യങ്ങൾ, എത്ര രോഗസൗഖ്യങ്ങൾ, മരുന്നും മന്ത്രവും ഉപേക്ഷിച്ചത്. ഈ ടൗൺ ഹാള് എത്ര അത്ഭുതങ്ങൾക്ക് സാക്ഷിയാണ്. ആംബുലൻസിൽ വന്നത്, കിടപ്പ് രോഗികള്, ക്യാൻസർ വന്ന് ചാകാൻ കിടന്നത്, മരണത്തെ മുഖാമുഖമായി കണ്ടോണ്ടിരുന്നത്. ഓ എൻ്റെ കർത്താവേ, ചിലതൊക്കെ ഫ്രണ്ട് വിളിച്ച് നിർത്തുമ്പം ഉള്ളിൽ ഒരാളലുണ്ട്, എൻ്റെ കർത്താവേ ഇത് സംഭവിച്ചില്ലല്ലോ എങ്ങനെയാവുമെന്ന്. പക്ഷേ അന്നേരം കേൾക്കുന്ന ഒരു വാക്കുണ്ട്, ഞാൻ എല്ലാം ക്രൂശി ചെയ്ത് കഴിഞ്ഞതാ. തൻ്റെ ഇടത്തോടെ പിടിയടാ.
ഇടവും വലവും നോക്കണ്ട, തൻ്റെ ഇടത്തോടെ പിടിയടാ. എല്ലാം ഞാൻ ക്രൂശ് ചെയ്ത് കഴിഞ്ഞതാ. ഞാൻ സൗഖ്യമാക്കുക തന്നെ ചെയ്യും, ഞാൻ വിടുവിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ പ്രഖ്യാപനം എത്ര ഭാഷകളിലേക്ക്, ഏതെല്ലാം രാജ്യങ്ങൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. എത്രയോ ജനലക്ഷങ്ങൾ അത് ചൊല്ലി യേശുവിൽ ആരാണെന്നുള്ള തിരിച്ചറിവും പരിജ്ഞാനത്തിലേക്കും വന്നു. എത്രയോ കുടുംബങ്ങൾ സന്ധ്യാ പ്രാർത്ഥനകൾക്ക് അത് ചൊല്ലുന്നു. ദിവസവും അത് ചൊല്ലുന്നവരൊന്ന് കരം ഉയർത്തിക്കാട്ടെ. ദിവസവും അത് ചൊല്ലുന്നവർ കരം രണ്ടും ഒന്ന് ഉയർത്തിക്കാട്ടെ. അതിന്റെ രൂപാന്തരങ്ങൾ, മണ്ടന്മാരായിരുന്ന പിള്ളേരെ റാങ്ക് മേടിച്ച് പാസ്സായി. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വീട്ടില് സമ്പത്തിന്റെ വഴികൾ തുറന്നു. ഇവിടെ ചങ്ങനാശ്ശേരി ഞാൻ നടത്തിയ സർവേയിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പറയാം. ബ്രദറെ, 6000 രൂപ, 4000 രൂപ, 3000 രൂപ എന്ന ക്രമത്തിൽ എല്ലാ മാസവും ആശുപത്രിയിൽ കൊണ്ട് ചെലവഴിക്കുകയായിരുന്നു. ഈ പ്രഖ്യാപനം നടത്താൻ തുടങ്ങിയ പിന്നെ ആ സഹോദരി അവിടെ ഇരിപ്പുണ്ട്. ആ സഹോദരി പറഞ്ഞ വാക്കിതാണ്, ബ്രദറെ, ഒരു വിക്സ് മേടിച്ച കാലം മറന്നു. നെറ്റിയെ പോരട്ടാൻ ഒരു വിക്സ് മേടിച്ച കാലം മറന്നു. ഞങ്ങളുടെ വീട്ടിൽ രോഗം കേറിയിട്ടില്ല. ഓ, നന്ദിയോടെ കരമടിച്ച് യേശുവിന് നന്ദി പറഞ്ഞേ. നമുക്കെല്ലാവർക്കും ഈ സമയത്തൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, യേശുവേ, ഓ ജീസസ്. കുടുംബമായി, ഗ്രേസ് കമ്മ്യൂണിറ്റി കുടുംബമായി നമ്മെ നടത്തിയ വിധങ്ങൾക്കായിട്ട് ആ 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഒരു വാക്കും ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മെ നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി പറയുവാൻ. എന്നോടുള്ള നിന്റെ ദയ എത്ര വലുതാ, എന്നോടുള്ള നിന്റെ കരുണ എത്ര വലുതാ. ഗ്രേസ് കമ്മ്യൂണിറ്റി ഫാമിലി ഞങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് യേശുനാഥ, തികഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞ മനസ്സോടെ ഞങ്ങളെ ഈ ഭാഗ്യകരമായ രക്ഷാവാർത്ത ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുവാൻ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളിൽ എന്ത് യോഗ്യത അങ്ങ് കണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല. കുറവുകളല്ലാതെ തികവുകളൊന്നും ഞങ്ങളില്ലായിരുന്നു. കുറവുകളല്ലാതെ തികവുകളൊന്നും ഞങ്ങളില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും ഇംപെർഫെക്റ്റ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും കുഴഞ്ഞവരും തകർന്നവരുമായിരുന്നു. നാഥ, നിന്റെ ദയയാണ് എന്നെ താങ്ങി നിർത്തിയത്, നിന്റെ കൃപയാണ് എന്നെ താങ്ങി നിർത്തിയത്. യേശുവേ, നിന്റെ കൃപയാണ് എന്നെ താങ്ങി നിർത്തിയത്, നിന്റെ ദയയാണ് എന്നെ ഉയർത്തി നിർത്തിയത്. യേശുവേ, 2 കരങ്ങളെ ഉയർത്തിക്കൊണ്ട് കണ്ണുകളെ അടച്ചുകൊണ്ട് യേശുവിന് നന്ദി പറയാൻ തുടങ്ങി. ഒന്ന് ചിന്തിച്ചു നോക്ക്. കഴിഞ്ഞ വർഷം നിങ്ങളുടെ ഒപ്പം ഇരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പോലും ഈ വർഷാവസാനം കാണാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടില്ലേ? കൺമണി പോലെ നമ്മെ പരിപാലിച്ച കർത്താവിൻ്റെ വിധങ്ങൾക്കായിട്ട് നന്ദി പറയാം. നിങ്ങൾ വാഹനം ഓടിക്കാഞ്ഞിട്ടാണോ നിങ്ങളുടെ വണ്ടിക്ക് ആക്സിഡന്റ് ഉണ്ടാകാഞ്ഞേ? ഇന്ന് ഈ കൈ ഉയർത്തി നിൽക്കുമ്പോൾ ഓർത്തേ, എത്ര പേർക്ക് കൈ ഉയർത്താൻ പറ്റാതെ നിൽക്കുന്നു. ഓ, നമ്മളിവിടെ കണ്ടിട്ടുണ്ട് ആ ചിത്രം. കൈയുടെ വിരളെങ്കിലും ഒന്ന് ചലിച്ചിരുന്നെങ്കിലെന്ന് കൊതിച്ച് വിങ്ങി പൊട്ടിയവരിവിടെ വന്ന് സൗഖ്യമായത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ 2 കൈ ഉയർത്തുവാൻ കർത്താവ് ഒരുക്കിയ കൃപയ്ക്കായിട്ട് ആ കരം ഉയർത്തിക്കൊണ്ട് എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പര, ഇപ്പോഴെന്തോ
ചെയ്യേണ്ടു നിനക്കേശു പരാ എന്നോടു ദിനം തോറും നടത്തുന്ന പുണ്യടയ അനന്ത വന്ദനമേ എന്റെ പൊന്നിടയ അനന്ത വന്ദനമേ നന്ദി കൊണ്ടെയുള്ള നിറയെന്ന് സന്നാഹമോടെ സ്തുതി പാടിയിടുന്നേ ദേവസന്നാഹമോടെ സ്തുതി പാടിയിടുന്നേ കുറ്റം കൂടാതെ എന്റെ തേജസ് മുൻപാകെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ എന്നെ മുറ്റും നിർത്തിയായ യേശു പരാ എന്നോടുള്ള നിൻ സർവനൻ മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ട യേശു പരാ ഇപ്പോൾ എന്തോ ചെയ്യേണ്ട യേശു പരാ എന്നോടുള്ള നിൻ സർവനൻ മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേശു പരാ ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ നന്ദി കൊണ്ടെയുള്ള നന്ദി നിറയുന്ന സന്നാഹമോടെ സ്തുതി പാടിയിടുന്നേ ദേവസന്നാഹമോടെ സ്തുതി പാടിയിടുന്നേ എന്നോടുള്ള നിൻ സർവനൻ മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേശു പരാ ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശു പരാ എന്നോടുള്ളതിൻ സർവനൻ മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേശു പരാ ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശു പരാ ഇപ്പോഴൊന്നും ചെയ്യാനില്ലെന്റെ യേശു പരാ ഇപ്പോഴൊന്നും ചെയ്യാനില്ലെന്റെ യേശു പരാ എനിക്കൊന്നും ചെയ്യാനില്ലെന്റെ യേശു പരാ എന്നോടുള്ള നിൻ സർവനൻ മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേശു പരാ ഇപ്പോഴെന്തോ ചെയ്യേണ്ടു നിനക്കേശു പരാ രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നന്ദി കൊണ്ടെയുള്ള നന്ദി നിറയുന്ന സന്നാഹമോടെ സ്തുതി പാടിയിടുന്നേ ദേവസന്നാഹമോടെ സ്തുതി പാടിയിടുന്നേ സന്നാഹമോടെ സ്തുതി പാടിയിടുന്നേ കരങ്ങളുയർത്തി ഞാൻ പാടിയിടുന്നേ
നന്ദി. നീ എനിക്ക് തന്ന ആരോഗ്യത്തിനായിട്ട് നന്ദി. യേശുനാഥ, എൻ്റെ കയ്യും കാലും ഉയർത്താൻ എനിക്ക് തന്ന ബലത്തിന് നന്ദി. ഇങ്ങനെ എഴുന്നേറ്റൊന്ന് കാലുറപ്പിച്ച് നിൽക്കാൻ എത്രയോ പേര് കൊതിക്കുന്നു പ്രിയരെ. നിങ്ങൾ ആ കണ്ണ് തുറന്ന് കാണുന്ന പോലെ ഒന്ന് കാണാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട് പ്രിയരെ? നിങ്ങൾ ആ തല നേരെ പിടിച്ചിരിക്കുന്ന പോലെ ആ പെടലിയുടെ മേളിൽ തലയൊന്ന് ഉയർത്തി പിടിക്കാൻ കഴിയാത്ത എത്രയോ പേരുണ്ട് പ്രിയരെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവേ, ആ നാവൊന്ന് ചലിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് പ്രിയരെ. എൻ്റെ ദൈവമേ, ആ കൈ ഒന്ന് എനിക്കൊന്ന് ചേർത്തടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് പ്രിയരെ. നിങ്ങളുടെ കൈക്ക് ഒരു കുഴപ്പമില്ലല്ലോ, നിങ്ങളുടെ നാവിന് ഒരു കുഴപ്പമില്ലല്ലോ. കർത്താവിന്റെ കരുണയല്ലേ കരമടിച്ച് വായി തുറന്ന് കരം ചേർത്തടിച്ച് വായികളെ തുറന്ന് ശക്തിയോടെ യേശുനാഥനെ സ്തുതിക്കാൻ തുടങ്ങിക്കോ, 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 സ്തുതിക്കാൻ തുടങ്ങിക്കോ. യേശുവേ നന്ദി എന്ന് പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങിക്കോ. ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി, ചെയ്ത എല്ലാ നന്മകൾക്കായി, എല്ലാ കരുതലുകൾക്കായി, എല്ലാ വിധങ്ങൾക്കായി നന്ദിയോടെ നന്ദിയോടെ നന്ദിയോടെ. പോരാ പോരാ പോരാ. ചെയ്യേണ്ടു നിനക്കേശു പറ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. തേജസ്സിൻ മുൻപാകെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ. എന്നോടുള്ളാതെ എന്റെ തേജസ്സിൻ മുൻപാകെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ. എന്നോടുള്ള സർവ്വ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. തോറും നടത്തുന്ന പൊന്നി ഇടയനന്ദ വന്ദനമേ, എന്റെ പൊന്നി ഇടയനന്ദ വന്ദനമേ. ഓ എന്നെ അൻപോട് ദിനം തോറും നടത്തുന്ന പൊന്നി ഇടയനന്ദ വന്ദനമേ, എന്റെ പൊന്നി ഇടയനന്ദ വന്ദനമേ. ഓ എന്നെ തോറും നടത്തുന്ന ഇടയനന്ദ വന്ദനമേ, എന്റെ പൊന്നി ഇടയനന്ദ വന്ദനമേ. എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. മഹത്വവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വമേ എന്റെ യേശുവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യേശുവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാരോ, ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാരേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ യേശുവേ, നീ ഒഴികെ എനിക്കൊരു കാര്യമില്ല. എന്റെ കർത്താവേ, എന്റെ യേശുവേ, നീ ഒഴികെ എനിക്കൊരു കാര്യമില്ല. യേശുവേ, നീ ഒഴികെ വേറെ ആരും കാണുന്നേയില്ല. എന്റെ കർത്താവേ, എന്റെ യേശുവേ, നിന്നെ പോലെ വേറെ ആരും കാണുന്നേയില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാരേ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക്. അതുകൊണ്ട് സന്തോഷമായി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹം അതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹം അതിശയമേ. എന്നുള്ളമേ സ്തുതിക്കാം നീ പറവേ കണ്ണാൽ മകങ്ങൾ സ്തുതിക്കാം സ്തുതിക്കായരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകത്താം. എന്നരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകത്താം. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാടിച്ചിടും തവ സ്നേഹം അതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാടിച്ചിടും തവ സ്നേഹം അതിശയമേ. എന്നുള്ളമേ സ്തുതിക്കാതെ പരനെ തണ്ടാൽ സ്തുതിക്കാം സ്തുതിക്കാം എന്നരംഗമേ നന്ദിയോട് എന്നരംഗമേ അനുദിനം നന്ദിയോട് പാടിപ്പുകത്താം. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. സന്തോഷത്തോടെ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തനത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നത്. ഈ പാർത്തനത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നു. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പ്രാർത്ഥനത്തെ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ. ആമേൻ ആമേൻ ആമേൻ. ഈ പ്രാർത്ഥനത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ കണ്കൾ കൊതിച്ചിരുന്നേ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ എല്ലാവരും പാർത്തലത്തോടെ കണ്കൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ അതാ നിന്നൂടെ വരവിനായി. കണ്കൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ അതാ നിന്നൂടെ വരവിനായി. വേഗം നീ വന്നിടണേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷം. എല്ലാവരും ചേർന്ന് ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തനത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തനത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ആയിരം ആയിരം നാവുകളാലതു വർണ്ണിപ്പതിനെഴുതു. ചേർന്ന് പാടാം. ആയിരം ആയിരം നാവുകളാലതു വർണ്ണിപ്പതിനെഴുതു. 10,000 ഒരംശം ചൊല്ലിടുവാൻ പാരില സാധ്യമോ. 10,000 ഒരംശം ചൊല്ലിടുവാൻ പാരില സാധ്യമോ. എന്താതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. എന്താതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹം അതിശയമേ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹം അതിശയമേ. എന്താതിശയമേ
യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ, എന്താതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ, ഓ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ, എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹം അതിശയമേ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹം അതിശയമേ. എന്തതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. രണ്ടുപേർക്ക് കരം കൊടുത്തിട്ട് സന്തോഷത്തോടെ പറ, ജീവിതത്തിൽ എല്ലാ വീഴ്ചകളും വന്നപ്പോഴും കൈവിടാതെ യേശു എന്നെ പിടിച്ചു എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. രണ്ടുപേർക്ക് കരം കൊടുത്ത് സന്തോഷത്തോടെ പറഞ്ഞേ, ജീവിതത്തിൽ എല്ലാ വീഴ്ചകൾ വന്നപ്പോഴും ഒട്ടും നിഷേധിക്കാതെ എൻ്റെ കരം പിടിച്ച് എന്നെ യേശു സൂക്ഷിച്ചു എന്നൊന്ന് സന്തോഷത്തോടെ പറഞ്ഞേ. അതിനെ പറയാൻ മടി, സത്യമല്ലേ? സത്യമല്ലേ? എന്നെ ഒട്ടും നിഷേധിക്കാതെ എൻ്റെ കർത്താവ് സൂക്ഷിച്ചു എന്ന് പറയുന്നവര് ഒന്ന് അന്യോന്യം ഒന്ന് കരം കൊടുത്ത് പറഞ്ഞ്, ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകൾ വന്നെന്നറിയാവോ? അവരോട് ചോദിച്ചേ, എന്തെല്ലാം എൻ്റെ പൊന്നച്ചാ, എന്തെല്ലാം എൻ്റെ പൊന്നപ്പാ, എന്തെല്ലാം തെറ്റുകൾ ജീവിതത്തിൽ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ, ഒട്ടും മാറ്റി നിർത്താതെ, കുറ്റം ആരോപിച്ച് മാറ്റി നിർത്താതെ, പ്രിയ മകനെന്ന് പറഞ്ഞ് കയറ്റി നിർത്തിയിരിക്കുന്ന കൃപയുടെ മുമ്പില് എന്റെ യേശുവേ, ഓ ഭയങ്കരം ഭയങ്കരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ, എനിക്കിത് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല, എന്നെ കർത്താവ് സഹിച്ചല്ലോ. അതാ സത്യം കേട്ടോ, അതാ സത്യം. എന്നെ ഈ സ്വഭാവം എല്ലാം ഉള്ള എന്നെ കർത്താവ് സഹിച്ചല്ലോ. ഭാര്യ എത്ര പ്രാവശ്യം പറഞ്ഞു ഇതെന്തോ സ്വഭാവമാണെന്ന്, ഭർത്താവ് എത്ര പ്രാവശ്യം പറഞ്ഞു, മടുത്ത് വിളയും കൊണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം കർത്താവ് പറഞ്ഞിട്ടുണ്ടോ ഇവനെ കൊണ്ട് മടുത്തെന്ന്, ഇവളെ കൊണ്ട് മടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവിനോട് പറ, എൻ്റെ യേശുവേ എന്നെ അങ്ങ് സഹിച്ചതിന് നന്ദി. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ കർത്താവിനെ ഇരുന്നാട്ടെ.